ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാനാകുമ്പോ മാത്രം ഇത് പറയാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാ. ഇന്ന് പൂരാന്ന്. നമ്മളിതാ മുന്നേ മേതൂട്ടി പൂവിടുന്നൊന്ന് കാണിച്ചിട്ടുണ്ടായില്ലേ? അപ്പൊ മേതൂട്ടി 9 ദിവസം പൂവിട്ടു, കാമനിലാക്കി. ഇന്നിപ്പം കാമനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോവേന്നെ. രാത്രിയായി. അപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിനി. കഴിഞ്ഞ വർഷം തന്നെ. കഴിഞ്ഞ വർഷം ഇതുപോലെ എല്ലാ വർഷവും പ്ലാവിന്റെ വീട്ടിൽ തന്നെ അല്ലേ. എന്താന്ന് പറ, എത്ര ദിവസം? നീ 9 ദിവസമായി പൂടുന്നു. ഫസ്റ്റ് ഡേ നമ്മള് ബ്ലോഗ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി പൂരത്തിന്റെ ബ്ലോഗ് ഇന്നാണ്. അതെ, ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും അതന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നടന്നിരുന്നത്. ഒന്നും പെട്ടുന്നില്ല. എന്താണ് അപ്പൊ നമ്മുടെ പിന്നെ കാമന ആളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചാണകത്തിനെ മണ്ണിനെ കൊണ്ടാക്കും, ചാണകത്തിനെ കൊണ്ടാക്കും. അമ്മയുടെ പണ്ടേ ചാണകത്തിനെ കൊണ്ടാക്കല്. ഇതിന്റെ ചരിത്രം ഈ ചാണകത്തിനെ കൊണ്ട് കാമനയാക്കി മണ്ണിനെ കൊണ്ടാക്കുന്നവരുണ്ട്. ചില സ്ഥലങ്ങളിൽ മണ്ണിനെ കൊണ്ടാക്കലുണ്ട്. പക്ഷെ അമ്മ പണ്ടേ ചാണകത്തിനെ കൊണ്ടാക്കല്ലേ? എന്റെ വീട്ടില് മണ്ണിനെ കൊണ്ടാക്കല്. അതെയാ? പിന്നെ ചാണകത്തിലായി. എന്താ വെച്ചാല് ചാണകം നമുക്ക് വേഗം കിട്ടും. ശരി തന്നെയാണ്. നമുക്ക് തമാശയായെങ്കിലും സത്യാവസ്ഥ അതാണ്. ശരിക്കും മണ്ണായെങ്കിലും കുഴച്ചെടുത്ത് അതിന്റെ കല്ലെല്ലാം കളഞ്ഞ് അത് പൊടിയാക്കി എടുക്കണം. ചെടിമണ്ണില് കല്ലൊന്നും, ചെടിമണ്ണ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ചാണകം വേഗം കിട്ടുന്നത് ബിക്കോസ് തൈല് എന്നാണ് കണ്ടല്ലേ, കണ്ടത്തിലെ പശു വരൂലേ? അതെ, ചാണകം സത്യം പറഞ്ഞാൽ നമുക്ക് ഇടുന്ന 9 കാമനുണ്ട്. ഇത് സൈഡിലേക്ക് വെക്കണം അല്ലേ? എന്നാലേ കാണുള്ളൂ. 9 കാമനുണ്ട്. 9 കാമനെ ആക്കിച്ചിട്ട് കാമൻ നീണ്ടുണ്ട് വന്നിരുന്നു. അപ്പൊ അമ്മ കാമന് എന്നത് ചപ്പിൽ എന്താണ്? പൂരക്കഞ്ഞി. പൂരക്കഞ്ഞി അല്ലേ? അത് രാവിലെ അല്ലേ? പായസം വെച്ചു. രാവിലെ ഇന്ന് നല്ല പായസം പായസം കുടിച്ചിന്. ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഒരുപാട് വെച്ചിട്ടുണ്ടായി അമ്മ. ഇവരാരും അധികം ഒന്നും കഴിച്ചില്ല. രാവിലെ തന്നെ ആയോണ്ട് കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്നിപ്പോ രാവിലെ പൂരക്കഞ്ഞി ആക്കി. അതുപോലെ തന്നെ പായസത്തിൽ പഴെല്ലാം മുറിച്ചിട്ടില്ല പായസമാണ്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അമ്മന്റെ. അത് പൂരപ്പായസം അല്ലേ? പൂരക്കഞ്ഞി എന്നാ പറയാ ശരിക്കും പായസം. പൂരക്കഞ്ഞി. അപ്പൊ ഇനി കാമനെ കൊണ്ടാക്കണം. ഇനി ഇവിടുന്ന് നമ്മള് കാമനെ എടുത്ത് പൂവിന് വെള്ളം കൊടുക്കണം അല്ലേ? ആദ്യം മേതൊട്ടി പൂവിന് വെള്ളം കൊടുക്കട്ട്. എന്നിട്ട് നമുക്ക് കൊറേ പരിപാടിയുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് അമ്മമ്മ ഇലയടയെല്ലാം ഉണ്ടാക്കിയേ. പൂരട, ഇലയട എന്ന് പറയില്ല. ഇന്ന് ഉണ്ടാക്കുന്നതിന് പൂരട എന്നാ പറയാ. അപ്പൊ മേതൂട്ടി കാമന് വെള്ളം കൊടുക്കുന്നു. കാമനെ കൊണ്ടാക്കാൻ പോകുന്നു. എന്നിട്ട് കാമന്റെ മതി എനിക്ക് കാമനെ എടുത്തിട്ട് ഇരി വെക്കും. നിക്കാ പോച്ചാ ഞാൻ വെക്കാം അല്ലേ അമ്മമ്മ? മേതൂട്ടി ഇങ്ങോട്ട് നിക്കുന്നാല്. മേതുവിന് മാറിക്കോ. മേതു പടക്കലും പൊട്ടിക്കുന്നുണ്ട്. എവിടെന്നല്ലോ പടക്കം പൊട്ടുന്നുണ്ട്. പൂരത്തിന് പടക്കം വേണ്ട, അമ്മ ഓടിക്കുമ്പോനാവില്ല, ചൂടുണ്ട്. ഇത് പുറത്തൊന്നും എടുക്കാനുണ്ട്. അത്ര കിണറിൻ്റെ അടുത്ത് വിട്ടതല്ലേ, ആടൊന്നും എടുത്തിട്ട് വേണം കൊണ്ടാക്കാൻ പോകാൻ വേണ്ടി. നമ്മൾ ഉള്ളിലിട്ടതെല്ലാം എടുത്ത് പുറത്ത് ഫസ്റ്റ് ഡേ എത്ര ദിവസമാണ് പുറത്തിട്ടത്? ആദ്യത്തെ 3 ദിവസം പുറത്ത്.
ഈ ഒരു പൂന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ മുരിക്ക് എന്ത് പൂവാണ്? കട്ടപ്പൂ. കട്ടപ്പൂ. കട്ടപ്പൂ അല്ലേ? കട്ടപ്പൂ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു സമയത്തേ ഉണ്ടാവും ചെയ്യും അല്ലേ ഇത്? ഈ പൂരത്തിന്റെ സമയത്ത് തന്നെയാണ് അത് ഉണ്ടാവല്. പല സ്ഥലങ്ങളിൽ പല പേരായിരിക്കും പറയല്. അപ്പം നമ്മള് പൂവെല്ലാം എടുത്തു കേട്ടോ. എത്ര നാൾ 9 ദിവസം എടുത്തില്ല പൂവെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയാണ് അങ്ങോട്ട് തട്ട. ഇത് വാരിയിട്ട് പൂവ് വാരി ഇങ്ങനെ അതിന്റെ മേലിടും. ആ ഓലേന്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടും. 3 വട്ടം ഇട്ടാൽ മതി. ബാക്കി അമ്മമ്മ അങ്ങനെ പണ്ട് പാട്ടെല്ലാം പാടും. നേരത്തെ കാലത്തെ വരണേ കാമേ കുഞ്ഞാങ്ങലത്ത് പോണേ കുഞ്ഞാങ്ങലത്ത് പോണേ പിന്നെ ബാക്കി കുഞ്ഞാങ്ങലത്ത് പോണേ കാമ കല്ലും മുള്ളും തെറിക്കല്ലേ കാമ. തലമുറകൾ കൈമാറി വരുന്ന സമയത്ത് പാട്ടിന്റെ ലൈൻ രണ്ട് വരി മാത്രം അറിയാം. കൊടുക്ക. ഇനിയിപ്പോ ഇതിലൊരു കാര്യമുണ്ട്. മേതൂട്ടി ഒരു ഇലയട ഒളിപ്പിച്ചു വെക്കും. മണിക്കൂട്ടിന് അത് കണ്ടുപിടിക്കണം. ഒരു ഗെയിമും കൂടിയുണ്ട്. ഒരു അപ്പം പൊട്ടിച്ചു കൊടുക്കണേ. കാമനൊന്നും ഇടാത്ത അപ്പല്ലമ്മ ഇത്. ഇല്ല, പ്ലെയിൻ ആയിട്ടില്ല. അപ്പം ഇനി അതൊരു ഒളിപ്പിക്കലുണ്ടേ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിക്കൂട്ടൻ. റെഡി? യെസ്. ഞാൻ കണ്ണു പൊത്തും മണിക്കൂട്ടിന്. ഇനി ഏതാകുമ്പോ ഒളിപ്പിക്കണ്ട്. അപ്പൊ മണിക്കൂട്ടിനെ ഞാൻ കണ്ണു പൊത്തുന്നുണ്ട്. മേതൂട്ടി അത് ഒളിപ്പിച്ചു വെക്ക്. കാണാം. ഒളിപ്പിച്ചു വെക്കും. അയ്യമ്മ മണിക്കൂട്ട കണ്ടുപിടിക്കണേ. അങ്ങനെ മണിക്കൂട്ടൻ അപ്പം കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അത് ആ വെളിച്ചത്തിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ഇലയും. പിന്നെ അതുമല്ല അമ്മമ്മ കാണിച്ചിട്ടുണ്ട്. കിണ്ടി എടുക്ക. വിഷുക്കും പടക്കം പൊട്ടിക്കാൻ. കാമനൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇനിയിപ്പോ നമ്മളെ പൂരട കഴിക്കാം. പൂരട നല്ല മധുരയിലുള്ള അടയാണ്. ഇല്ല, ഏത് മേതുട്ടിക്ക് വേണ്ട? ചെറിയ വാശിയിലായി പോയിട്ട് അപ്പം കാമന് കൊടുക്കാൻ്റെ ഇത് മേതൂട്ടി മണിക്കൂർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് നോട്ട് എന്നാന്നറിയാ അതിന് പറയേ. കാമന് കൊടുക്കേണ്ട അപ്പം പിന്നെ പ്ലാവിലയിലാക്കിനെ. നമുക്കിതാ വാഴയിലയില്. ശരിക്കും പ്ലാവിലയില് നമ്മൾ ഇലയടി ആക്കലുണ്ട്. സാധാ ഇലയടി തന്നെ. ഇൻഗ്രീഡിയന്റ് മാറ്റൂല, പക്ഷെ ഒരു സാധനത്തിൽ മാറ്റമുണ്ട്. കല്ല് പോലെ ഉണ്ട്, ഭയങ്കര കട്ടി. പല്ല് പൊട്ടിപ്പോകുന്ന തോന്നുന്നു. എല്ലാം കട്ടിയില്ല. ഇത് നോക്കിയ ഒരു ദിവസം കഴിയണം.
എങ്ങനെയുണ്ട് മോളെ? നല്ല രസമുണ്ടാ? മീനുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഇലയടക്കും ചക്കയപ്പത്തിന് ഇങ്ങനെ ഇലയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതാടെ വെച്ചിട്ട് നല്ലോണം തണിഞ്ഞ് നാളെ കഴിക്കണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഉണ്ടാക്കിയാടും കഴിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടാ. സീനാട്ടിന് കൊതിയാവുന്നില്ല നമ്മൾ തിന്നാകുമ്പോ. മണിക്കൂട്ടാ കല്ലുപോലെ ഉണ്ട് പറഞ്ഞു. പക്ഷെ എങ്ങനെയുണ്ട് അപ്പം? നല്ല ടേസ്റ്റ് ഇലയോടെ ആയതുകൊണ്ട് അച്ഛന് കൊതിയാവൂല. അവരാണെങ്കിലേ കൊതിയാവുന്നില്ല. ഒരു കാര്യമുണ്ട്, അവിക്രാന്തനാണ് എൻ്റെ അച്ഛൻ. എല്ലാ ദിവസവും അവര്. അത് മേതൂട്ടി പറയും. മേതൂട്ടനെ ഇനി ഈ വീട്ടിലേക്ക് അവല് വേണിക്കാൻ പാടാവും. നല്ല രസം. ഇപ്പൊ അതല്ല ഈവനിങ് സ്നാക്സ് എന്നല്ല, അന്ന് ഈ അവല് കുഴക്കലും അല്ലേ? എന്നാ പരിപാടി? ലൈറ്റ് കേട്ടോ, മല കാണില്ല. അപ്പൊ നമ്മള് പിന്നെ നമ്മൾ കണ്ണൂര് പോയിട്ടുണ്ടായിരുന്നു. കണ്ണൂര് പോയിട്ട് വരുന്ന വഴിക്ക് പുതിയ എരുവ് തന്നെ അല്ലേ? അല്ല, പാപ്പിനിശ്ശേരി. പാപ്പിനിശ്ശേരി പാലത്തിന്റെ പാലം കഴിഞ്ഞിട്ട്, പാപ്പിനിശ്ശേരി പാലം കഴിഞ്ഞിട്ട് അവിടെ ആ സൈഡിൽ ഉണ്ടാവില്ലുണ്ടല്ലേ കുറെ ഇങ്ങനെ മീൻ വെക്കുന്നതും കക്കയാണ് എക്സ്പെഷ്യലി അവിടെ. പുഴ മത്സ്യം ഇതുപോലെ കക്കകളെ ഉണ്ടാവും. അപ്പൊ അവിടെ നമ്മള് കുറച്ച് കക്ക തന്നെയല്ലേ പറയലല്ലേ? കല്ലുമ്മക്കായി. അതെ അതെ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് ഇത് അങ്ങനെ മേണിക്കില്ല കേട്ടോ. നോക്കിയത് കുറച്ച് ചെറിയ ഇതിന് വലുതെല്ലാം ഉണ്ടാവലുണ്ട്. നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ വലിയ സാധനങ്ങളാണ്. ഇത് ആടെ ഇല്ലതെല്ലാം ചേച്ചി എടുത്തിട്ട് വന്ന് നല്ല ബിരിയാണി വെച്ചോന്നെല്ലാം പറഞ്ഞിട്ട് ഇനിയിപ്പോ ഇലയടിയെല്ലാം 2-3 കഴിച്ചിട്ടില്ല. ഇതിപ്പോ നമ്മുടെ പൂര നാളെ ആക്കാം നമുക്ക് ബിരിയാണി. പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ തന്നെ വെക്കും. വെക്കേണ്ട കാര്യത്തില് ശ്രീനാന്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രീനാന്റെ മനസ്സ് വൃത്തിയാക്കി വെക്കും. ഇതെങ്ങനെ വെക്കേണ്ടതെന്ന് അറിയില്ല. അമ്മക്കൊന്നും അറിയില്ലല്ലോ അമ്മ എങ്ങനെ വെക്കേണ്ടത്. അമ്മ ആദ്യം കൈ കൊണ്ടാട്ടി എനക്കൊന്നും ഇത് വെക്കാനാവില്ല. പക്ഷെ അമ്മ അങ്കൻവാടിയിലാക്കലുണ്ട്. ഇപ്പൊ മുട്ട ബിരിയാണിയിലാക്കാൻ പഠിച്ചു. ആദ്യം ഒന്നും ബിരിയാണി ഒന്നും അറിയില്ല. ഇപ്പൊ അമ്മ ചോറും കറി സ്പെഷ്യലാണ് അമ്മേന്റെ. നല്ല മറ്റേ വറുത്തരച്ച കറികള്, തേങ്ങ അരച്ച കറി അങ്ങനെയല്ലേ പറ്റൂലൂ. പിന്നെ പുതിയ ഇതൊന്നും പറ്റില്ല. ഇപ്പൊ ആറ്റാന്ന് മറ്റേ ബിരിയാണി പഠിച്ചത്, മുട്ട ബിരിയാണിയെല്ലാം. അപ്പൊ വൃത്തിയായിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അത് കുറച്ചധികം ഉണ്ട്. ഇത് പക്ഷെ ഇത് കുറച്ച് ഇത്ര വെള്ളം വേണ്ടെന്ന് പറഞ്ഞു. ഇത്ര വെള്ളം വേണ്ടിയിരുന്നു. കുറച്ച് വെന്ത് പോയി. ആരെന്നാ ചേച്ചി നമ്മ വാങ്ങുന്ന എടുക്കുന്ന തന്നെ ചേച്ചി പറഞ്ഞു തന്നത്. കുറച്ച് അത്രയും വെള്ളം കഴിക്കണ്ട. ഞാൻ വന്നാട് അവിടെ വെച്ചു. പിന്നെ അമ്മ എഴുതിട്ടേ അമ്മ അത് വേവിക്കാൻ വെച്ചു. ലേശം വെള്ളത്തിൽ ആയിപ്പോണ്ട് വെന്തു നല്ലോണം. അതുകൊണ്ട് മുറിച്ചെടുക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൂടെ അങ്ങ് അടർന്ന് വരുന്നു. അപ്പൊ ഏതായാലും നമ്മൾ ഇതെല്ലാം വൃത്തിയാക്കിട്ട് അവർ രണ്ടാളും അവരെ സ്ഥിരം പരിപാടിയിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഫോൺ കാണല്. ഏതായാലും നമുക്ക് അവരെടുക്കുന്നതന്നെ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നാളെ മേതൂട്ടിയുടെ അഡ്മിഷനാണ് 1ാം ക്ലാസ്സിലേക്കല്ലേ. നാളെ ഇപ്പൊ അഡ്മിഷനും ആണ് റിസൾട്ടും ആണ്. റിസൾട്ടും ആണല്ലേ നാളെ. അപ്പൊ മേതൂട്ടി നാളെ അഡ്മിഷൻ എടുക്കാൻ പോകണം. മേതൂട്ടിക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകണ്ടേ? അതെ, 1ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷനും മണിക്കൂറിന് മേതൂട്ടിന്റെ റിസൾട്ട്. പിന്നെ വേഗമായി അതിന് ബുക്ക് കൊടുക്കലായി, യൂണിഫോം കൊടുക്കലായി, അങ്ങനെ ഓരോരോ പരിപാടികൾ. അപ്പോൾ നമ്മളൊന്ന് അപ്പുറത്തേക്ക് പോയ തക്കം നോക്കിയത് 8 മണിയത്തെ എന്ന പരിപാടി അറിയാം. മൊബൈൽ എടുത്ത് കാണും. എല്ലായിടത്തും ഇതേ അവസ്ഥയാണെന്നില്ല, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവർ മൊബൈൽ ഇപ്പോൾ അത് അമ്മാമ്മേൻ്റെ മൊബൈൽ, ഇത് എൻ്റെ മൊബൈൽ, ഇങ്ങനെ 2 മൊബൈൽ തുടങ്ങിയതാ കാണണം. നാളെ എന്തെങ്കിലും അറിയാം. നാളെ നിൻ്റെ ഇങ്ങോട്ട് മൊബൈലാണ് നോക്ക്. പറ നിൻ്റെ ഇതിലും കാണും. നാളെ നിൻ്റെ റിസൾട്ടാണ് അറിയാം. അത് ഓഫാക്ക് ആദ്യം പറയാം. നാളെ നിൻ്റെ റിസൾട്ടാണ്. അത് കഴിഞ്ഞിട്ടേ 1ാം ക്ലാസ്സിലേക്ക് പോകേണ്ടത് വന്നു നീ നാളത്തേക്ക്. അറിയാം എനിക്ക്? അല്ല, നാളെയാണ് നിൻ്റെ അഡ്മിഷൻ എടുക്കേണ്ടത്. 1ാം ക്ലാസ്സിലേക്ക് പോകണ്ടേ. 8ാം ക്ലാസ് തന്നെ മറ്റന്നാളിന് എന്നെ പറഞ്ഞയച്ചാലോ എന്നുണ്ട്. ഇങ്ങനെ മൊബൈൽ കണ്ടിരുന്നാൽ പറഞ്ഞയച്ചാലോ മറ്റന്നാൾ സ്കൂളിലേക്ക്. വെക്കേഷനൊന്നും വേണ്ടല്ല. വീട് ഇരുന്നിട്ട് എന്താ കാര്യം? വെറും മൊബൈൽ നോക്കി മൊബൈലിന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറേണ്ട താമസം.
അതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റും കേട്ടാ, അതൊന്നും പേടിക്കണ്ട, ഇപ്പം ഞാൻ എടുത്ത് മാറ്റും. ഇയാൾക്കും അതെ, നിന്നോടുവാ പറയുന്നത്. ഇവനെന്താ മൊബൈൽ ആ സൈഡിൽ, അമ്മാമ്മേൻ്റെ മൊബൈലാണ് അത്, ആ സൈഡിൽ വെച്ചിട്ട് അതിൽ ഗെയിമെല്ലാം കയറ്റും. അമ്മമ്മ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കും, ഇവനത് പിന്നെയും ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനത്തെ പരിപാടിയാണ്. ഇത്രക്കാരനൊന്നല്ല, അങ്ങനെ പറഞ്ഞോ നീ. അപ്പം നാളെ നിന്റെ റിസൾട്ട് കിട്ടില്ലെന്ന്. എങ്ങനെയുണ്ട് മണിക്കുട്ടാ? ചൂരൽ വാങ്ങി വരേണ്ടി വരുമോ നാളെ? അതെയാ? ആ നാളെ മണിക്കൂട്ടൻ്റെ എക്സാം പേപ്പറാണ്. നിന്റെയും മേതുട്ടിക്ക് പിന്നെ പ്രശ്നമില്ല കേട്ടോ. മേതുട്ടി പിന്നെ എന്തായാലും പാസ്സാവും, നല്ല മിടിക്കുക. നിനക്ക് മണിക്കൂട്ടന് ചെറിയൊരു സംശയമുണ്ട്, പക്ഷെ ഇല്ലായിക്കില്ല. പക്ഷെ ചൂരൽ കൊണ്ടുവരണമെന്ന് പറയുന്ന ആയിരിക്കും. മേതുട്ടിക്ക് ഒന്നും മിസ്സായിട്ടില്ല കേട്ടോ, മേതുട്ടിക്ക് എല്ലാം കിട്ടീനി. എന്നാ മേതുട്ടി പറയുന്നത് മിസ്സൈനാ? നമുക്ക് നോക്കാം, നാളെ റിസൾട്ട് നമ്മൾ നോക്കിയിട്ട് ബാക്കി റിസൾട്ട് തന്നെ നാളെ നമ്മൾ നാളത്തെ ഇത് പറയുന്നത് കേട്ടാ. അയ്യോ അത് പറയണ്ട. ഫുള്ള് തോറ്റ കഴിഞ്ഞാൽ പിന്നെ ചൂരലുണ്ടാവും. ചൂരൽ വാങ്ങിയിട്ടേ വരല് അതല്ലേ. അപ്പം നാളെയാണ് ഇവരെ അടുത്ത ക്ലാസ്സിലേക്ക്, ഇവരെ റിസൾട്ട് കിട്ടുന്ന ദിവസവും, അതുപോലെ മേതുട്ടീൻ്റെ 1ാം ക്ലാസ്സിലേക്ക് പോകേണ്ട അഡ്മിഷനെല്ലാം. അപ്പം നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം. അതെ, അതുവരെ അടുത്ത ദിവസം കാണാം. അല്ലെ മേതുട്ടി വരുന്നുണ്ട് നാളെ അഡ്മിഷനും ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. ബൈ. ഏയ് എവിടെ പോകുന്നു ഇങ്ങനെ? അതെ, ഞാൻ പോകുന്നു. ഓക്കെ, ബൈ ബൈ.